ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 16 മാർക്ക് സെറ്റാക്കിയാലോ? അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാവൽ എസ്സേ ആണ്. ട്രാവൽ എസ്സേയും പിന്നെ അപ്രിസിയേഷനും, ഇത് രണ്ടും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറേ ഉണ്ടാവില്ല. രണ്ട് രീതിയിലാണ് ട്രാവൽ എസ്സേ ചോദിക്കുക. ഒന്ന് ഇതുപോലെ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് നമ്മളടുത്ത് എഴുതാൻ പറയും. മറ്റൊന്ന് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ടും എഴുതാൻ പറയും. ഞാനിവിടെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയല്ല എഴുതേണ്ടത്, പാരഗ്രാഫ് തിരിച്ചിട്ടാണ് എഴുതേണ്ടത്. പിന്നെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ചോദ്യമാണ് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ. ഈ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പോയമായിട്ട് ബന്ധപ്പെട്ടിട്ടാവും തന്നിട്ടുണ്ടായിരിക്കുക. ഈ ഒരു ഫോർമാറ്റ് പഠിക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള കവിത തന്നാലും നമുക്ക് ഈസി ആയിട്ട് അപ്രിസിയേഷൻ എഴുതാൻ പറ്റും. ദ പോയം ഡാഷ് ഈസ് ഗ്രേറ്റ് പോയം. ആദ്യത്തെ ഡാഷിൻ്റെ അവിടെ കവിതയുടെ പേരാണ് കൊടുക്കേണ്ടത്. ഇറ്റ് ഈസ് റിട്ടേൺ ബൈ എന്ന് പറഞ്ഞിട്ട് ആരാണോ അത് എഴുതിയിട്ടുള്ളത് അയാളുടെ പേര് കൊടുക്കുക. ദിസ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് പോയം ഓർ ടച്ചിങ് പോയം. ദ ഓതർ ഹാസ് യൂസ്ഡ് ഗുഡ് ലാംഗ്വേജ് ഇൻ ദ പോയം. ദ പോയം ഈസ് എബൌട്ട് എന്ന് പറഞ്ഞിട്ട് ആ കവിത എന്തെങ്കിലും മീൻ ചെയ്തിട്ടാവും എഴുതിയിട്ടുണ്ടാവുക. ആ ടോപ്പിക്ക് നമുക്ക് അറിയണ പോലെ ഒന്ന് വിശദീകരിച്ച് കൊടുക്കുക. ദ പോയറ്റ് ഹാസ് റിട്ടൺ എ ലോട്ട് ഓഫ് സിമിലർ പോയം ബട്ട് ദിസ് ഈസ് ദ ബെസ്റ്റ് പോയം. ദ പോയം ഹാസ് എ ലോട്ട് ഓഫ് ഇമേജ് ഇൻ ഇറ്റ്. There are word picture in it. The poem has a lot of inner meaning, but it into our heart easily. The most beautiful lines of the poem are എന്ന് എഴുതിയതിനു ശേഷം നമുക്ക് ആ കവിതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള 2 വരി എടുത്ത് എഴുതുക. These lines have a lot of meaning. Every reader will like these lines. The title and the poem are closely related. The poem is very important to human and life. The poem is divided into ഡാഷ് സ്റ്റാൻസ. ആ ഡാഷിൻ്റെ അവിടെ നമ്മൾ ആ പോയം എത്ര സ്റ്റാൻസകളായിട്ടാണോ തിരിച്ചിട്ടുള്ളത് അതിൻ്റെ എണ്ണം എഴുതി കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ദ പോയം ഈസ് മസ്റ്റ് റീഡർ 1 എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് നമുക്കതിൽ ഏതെങ്കിലും പോയറ്റിക് ഡിവൈസുകളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അതും കൂടിയും എഴുതുക. ഇത്രയും എഴുതിയാൽ തന്നെ അപ്രിസിയേഷനിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.